ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കോടതി. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചതെന്നും കോടതി പറയുന്നു. രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ലൈംഗിക അതിക്രമ കേസിൽ സഹസംവിധായക ശാലിനിയുടെ മൊഴിയെടുത്തു. നടൻ ബോബി കുര്യനെയും ഉടൻ ചോദ്യം ചെയ്യും. അപ്പോൾ ഈ ഒരു ജാമ്യം എന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ പ്രേക്ഷകരിൽ ചിലർ ചോദിച്ചേക്കാം. അപ്പോൾ ആ ജാമ്യം ആരോഗ്യ അവസ്ഥ കണക്കിലെടുത്താണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്, ഹൈ ലെവൽ ഷുഗർ ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള മെഡിക്കൽ കാരണങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടാകും. മറ്റൊന്നു കൂടിയുണ്ട്, 5 വർഷം അത്രയും തടവ് ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുണ്ട്. അതുകൂടെ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സംവിധായകനായിട്ടുള്ള ചിത്രത്തിലെ അതിലെ ആളുകൾ തന്നെയാണ് സാക്ഷിയായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ സംവിധായകൻ രഞ്ജിത്തിന് ഗുണകരമായി വന്നേക്കാം. ആ രീതിയിലുള്ള വാദം സാക്ഷിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാദം അത് ഗൗരവമായി കാണുന്നുവെന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ പോകാനൊക്കെ സഞ്ചരിക്കാനൊക്കെ സഹായിച്ച നടൻ ബോബി കുര്യൻ, അതുപോലെ തന്നെ സഹസംവിധായിക ശാലിനി, അവരുടെയൊക്കെ മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ശാലിനി ആണെങ്കിലും ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് റെഡിയാണ്. വിഷ്ണു, വിവരങ്ങൾ പറയൂ. ഇന്നലെയാണ് ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ച ജാമ്യത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് രഞ്ജിത്തിന് ജാമ്യം നൽകി എന്ന കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുണ്ട് എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ കേസിന്റെ പൂർണ്ണമായ മെറിറ്റിലേക്ക് ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സാധാരണ കോടതികൾ കടക്കാറില്ല. നിലവിൽ ജാമ്യം നൽകാനുള്ള സാഹചര്യം അത് രഞ്ജിത്തിന്റെ ആരോഗ്യാവസ്ഥയും അതോടൊപ്പം തന്നെ ആരോഗ്യാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ നാടുവിട്ട് പോകില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ജാമ്യം നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജാമ്യ ഉപാധികൾ കർശനമായി പാലിക്കണമെന്നും അല്ലെങ്കിൽ ജാമ്യം റദ്ദു ചെയ്യുമെന്നും എന്ന കാര്യം ഈ കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുകയാണ്. ഇതിനോടകം തന്നെ ചില ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ആരോപണം ഈ പരാതി വ്യാജമെന്നും അതോടൊപ്പം തന്നെ ഇതൊരു ഗൂഢാലോചനയാണ്, ഇത് സെറ്റിൽ ഉണ്ടായിരുന്ന ചില തർക്കത്തെ തുടർന്ന് തന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ കോടതിയുടെ നിലപാട് ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുണ്ട്, കഴമ്പുണ്ട് എന്നുള്ളതാണ്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.